ഗസയിൽ പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ രൂപപ്പെടുകയാണ്. ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന് ഹമാസ് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു. അതിൻ്റെ കാര്യം കരാർ ലംഘിച്ചുകൊണ്ട് 124 തവണയെങ്കിലും ഇസ്രായേൽ ഗസയെ ആക്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്നലത്തെ ദിവസം അവർ ബോംബാക്രമണം നടത്തി ഏകദേശം 24 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗികപരമായിരിക്കുന്ന സ്ഥിരീകരണം. ഇത്തരമൊരു ഭയാനകരമായ ഒരു അവസ്ഥയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മധ്യസ്ഥ ശ്രമം നടത്തപ്പെട്ട രാജ്യങ്ങൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. അമേരിക്ക ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നില്ല. വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമെന്നും അതിനൊരു തീരുമാനമാവാതെ ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹം വിട്ടുതരില്ലെന്നും ഹമാസ് പറയുകയും ചെയ്തു. ഇതോടുകൂടി ഗസ വിഷയം പുതിയൊരു രൂപം പ്രാപിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഗസ നിവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതും അവർക്ക് ഭക്ഷ്യധാന്യങ്ങളടക്കമുള്ള സഹായഹസ്തങ്ങൾ റഫ അതിർത്തി തുറന്നുകൊണ്ട് ദേശത്തേക്ക് എത്തിക്കുക എന്നുള്ളത് കരാർ വ്യവസ്ഥയിൽ പറയുന്നതാണ്. എന്നാൽ ഇപ്പോഴും റഫ അതിർത്തിയിൽ നിയന്ത്രണമാണ്. ഒറ്റപ്പെട്ട വാഹനങ്ങൾ മാത്രമാണ് ഇസ്രായേൽ കടത്തിവിടുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയ 23 ലക്ഷത്തോളം ആളുകളുടെ ജീവിത രീതികളും അവസ്ഥകളും പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ വാതിലുകൾ തുറന്നിടും എന്നുള്ളതാണ് ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഇനിയൊരു ആക്രമണം രണ്ട് വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് പരസ്പരം ഉണ്ടാവില്ല. ഇസ്രായേൽ സൈന്യം ആദ്യഘട്ടത്തിൽ പിന്മാറുന്നു, അതിനുശേഷം ബന്ദികളെ മോചിപ്പിക്കുന്നു. ഈ റൂട്ടുകളൊക്കെ ക്ലിയറാണ്. പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. തകർന്ന് കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ അകത്താണ് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ആയിപ്പോയിട്ടുണ്ട് ഈ മൃതദേഹങ്ങളെ കണ്ടെത്താൻ സമയം വേണമെന്ന് പറഞ്ഞു. അത് ന്യായമാണെന്ന് അമേരിക്ക സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയമായിരിക്കുന്ന ചില വിഷയങ്ങൾ പറയുന്നത് ക്രിമിനൽ കേസിൽ 3 ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു. അദ്ദേഹത്തെ ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവുണ്ടായിരുന്നു. അതോടനുബന്ധിച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്. രാജ്യം യുദ്ധത്തിലാണെന്നും ഇപ്പോൾ ഹാജരാവാൻ സാധിക്കില്ലെന്നും അത് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു കൃത്രിമമായിരിക്കുന്ന ഒരു ആക്രമണം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അത് ഹമാസിൻ്റെ തലയിൽ കെട്ടിവെക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഗസയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. 2 സൈനികർ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ചാണ് ആക്രമണം ഉണ്ടായത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഗസയിൽ തന്നെ ഇപ്പോൾ മീഡിയകൾക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം അവർ ഒരു ഭാഗത്തേക്ക് ഗസയുടെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിലേക്കാണ് മാറി നിൽക്കുക. അതായത് ഈ ഇസ്രായേലിൻ്റെ അതിർത്തി ചേർന്നുകൊണ്ടും ഈ കടലതിർത്തി ചേർന്നുകൊണ്ടുമാണ് ഇപ്പോൾ അവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ കരാർ വ്യവസ്ഥ. അതൊരു യെല്ലോ രേഖ വരച്ചിട്ടുണ്ട്. ആ യെല്ലോ രേഖയുടെ പുറത്തേക്ക് ഇസ്രായേലിൻ്റെ സൈന്യത്തിന് പോകാൻ പാടില്ല, യെല്ലോ രേഖയുടെ അകത്തേക്ക് ഗസക്കാരും കയറാൻ പാടില്ല എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ. എന്നാൽ എല്ലാ സമയങ്ങളിലും ഇസ്രായേൽ സൈന്യം യെല്ലോ രേഖ കടന്നുകൊണ്ട് ഹമാസിൻ്റെ ബങ്കറുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതും ഈ അന്വേഷണം നടത്തുന്നതിനിടയിലോ മറ്റോ ബങ്കറിൽ വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് സൈനികർ മരണപ്പെട്ടത്. അത് ഹമാസിൻ്റെ പേരിൽ ആരോപിച്ചുകൊണ്ടാണ് അറസ്റ്റ് കാര്യങ്ങളും അതല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഗസക്ക് നേരെയുള്ള ആക്രമ കാര്യങ്ങളും കൂടുതലായിട്ട് അധികരിപ്പിച്ചത് എന്ന റിപ്പോർട്ടുമാണ് ഈ പുറത്തു വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുമ്പ് ഇറാൻ പറഞ്ഞിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊന്നും യഥാർത്ഥത്തിൽ വിജയിക്കുന്നൊരു കരാർ വ്യവസ്ഥയൊന്നുമല്ല. ആ വ്യവസ്ഥ ഉണ്ടാക്കി ഇസ്രായേൽ ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ ഇതിന് ഉത്തരവാദി ആരാണ്, എന്ത് പരിഹാരമാണ് ഉണ്ടാക്കുക എന്നുള്ളതിന് നിങ്ങൾ മറുപടി പറഞ്ഞു തരണം എന്ന് അവിടെയുള്ള 23 രാജ്യങ്ങൾ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ടവരോട് ചോദിച്ചതിന് ഇപ്പോഴും മറുപടി പറയുന്നില്ല. ഈ കണക്ക് പ്രകാരം നമ്മൾ പറഞ്ഞു 124 ഫലസ്തീനികൾ ഈ ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ചില റിപ്പോർട്ടിനകത്ത് 160 എന്ന് പറയുന്നുണ്ട്. അത്രയും പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 100-ലധികം അക്രമമാണ് നടത്തിയത്. ഇതിലൊരു അക്രമത്തിന് പോലും ഹമാസിൻ്റെ ഗസയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായതായി ഔദ്യോഗികപരമായിരിക്കും സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇസ്രായേൽ പറയുന്നു അവരുടെ യെല്ലോ അതിർത്തി ലംഘിച്ചതിനാണ് വെടിവെച്ചത് എന്നൊക്കെ. യെല്ലോ അതിർത്തി ലംഘിക്കുക എന്ന് പറയുന്നത് അവരതിൽ കൊടുക്കുന്ന വിശദീകരണം ചിതറിപ്പോയിരിക്കുന്ന ഗസക്കാർ, അതിൽ ഫലസ്തീനികൾ
ഈ ഭാഗത്തിലേക്ക് വന്നുകൊണ്ട് അവരവരുടെ വീട് തിരയുകയാണ്, അവരുടെ ഉറ്റവരെ തിരയുകയാണ്. അലച്ചിലായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ യെല്ലോ ലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് നിർദ്ദേശ കാര്യങ്ങളൊന്നും ഗസക്കാർക്ക് കിട്ടിയിട്ടില്ല എന്നതിനാലായിരിക്കാം ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരാളും പോവില്ല, കാരണം വെടിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, മരിക്കാൻ തയ്യാറായിട്ട് ആരും അങ്ങോട്ട് പോകില്ലല്ലോ എന്നുള്ളതാണ് അതിന് ഗസ പറയുന്ന മറുപടി. സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് നീങ്ങുന്നതെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതികൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇസ്രായേലിൻ്റെ സൈനികൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവരുടെ അതിർത്തി കടന്നുകൊണ്ടും അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഗസയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഈജിപ്തും തുർക്കിയും അടക്കമുള്ള മധ്യസ്ഥർ ഇതിന് പ്രതികരിക്കണമെന്നും അതോടൊപ്പം തന്നെ തുർക്കിയോടും ഈ കാര്യം ആവശ്യപ്പെട്ടു. പ്രധാനമായിരിക്കുന്ന മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ളത് ഈജിപ്തും ഖത്തറും തുർക്കിയുമാണ്. പിന്നീട് അതിനെ നിയന്ത്രിക്കുന്നത് അമേരിക്ക എന്ന രീതിയിൽ പിന്നെ ബ്രിട്ടൻ, ഫ്രാൻസൊക്കെ അങ്ങനെയും വരുന്നുണ്ട്. 23 രാജ്യങ്ങളാണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന മാനുഷിക ലംഘനങ്ങൾ, കരാർ ലംഘനങ്ങൾ, അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ ലംഘനങ്ങൾ എങ്ങനെയാണോ കരാർ വ്യവസ്ഥയ്ക്ക് മുൻപ് ഗസയിൽ ഉണ്ടായിരുന്നത് സമാനമായിരിക്കും സ്ഥിതിയിലേക്കും അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അവർ ഭക്ഷണം തടയുന്നു, മരുന്നുകൾ തടയുന്നു, അങ്ങനെ കൂട്ടമരണത്തിന് വിധേയമാക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഈ മരണപ്പെട്ട ബന്ദികൾ, അതായത് ജീവിച്ചിരിക്കുന്ന ഒരു ബന്ദി പോലും നിലവിലെ സാഹചര്യത്തിൽ ഗസയിലില്ല എന്നുള്ളതാണ് അനുമാനം. അതുകൊണ്ട് ഇനിയൊരു ബോംബ് സ്ഫോടനമോ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബന്ദി കൊല്ലപ്പെടും എന്നവർക്ക് വിചാരിക്കാനില്ല. മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഹമാസിനാണ് എന്നതിനാൽ ഹമാസിനെ ഇത് വെച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പം ഇസ്രായേൽ സാധിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു വല്ലാത്ത രീതിയിലുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ചില റിപ്പോർട്ടുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ പുറത്തു വരുന്നു. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ബന്ദികളുടെ കണക്ക് വരുന്നത് ഹമാസ് ഇസ്രായേലിലേക്ക് അടിച്ചു കയറി അവിടെ നിന്ന് പിടിക്കപ്പെട്ടു പോയ ഏകദേശം 250ഓളം ബന്ദികളുടേതാണ്. എന്നാൽ യുദ്ധത്തിനിടയിൽ പല സൈനികരെയും കാണാതായിട്ടുണ്ട്, പല സൈനികരും ഹമാസിൻ്റെ പിടിയിലായിട്ടുണ്ട്, പല സൈനികരും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വേറെയുണ്ട്. അപ്പോൾ ഇത്തരം സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയം ഇസ്രായേൽ പറയാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഖത്തറിൽ അവസാനിച്ച ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കിങ്ങനെ ചില സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അത് ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്ന തരത്തിലും സംസാരിച്ചപ്പോൾ ഹമാസിൻ്റെ പ്രതിനിധി ഹമാസിനോട് ഈ വിഷയം അന്വേഷിച്ചു എന്നുള്ളതും അവർ പറയുന്ന മറുപടി ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇസ്രായേലിന് മറുപടി പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ തന്നെ സർക്കാരിനോട് ഞങ്ങളുടെ മക്കൾ അല്ലെ ബന്ധപ്പെട്ടവർ ഇങ്ങനെ ഗസയിൽ യുദ്ധത്തിന് പോയിട്ടുണ്ട്, അവർ ഭാഗത്തുനിന്ന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല, അവരാണ് ഞങ്ങളെ വിളിക്കുന്നില്ല, കോൾ ചെയ്യുന്നില്ല, ബന്ധങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അവർ തിരിച്ചു വരുത്തണം എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇസ്രായേൽ പ്രതിസന്ധിയാവുകയാണ്. കാരണം കൊല്ലപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹമാസ് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിലോ അവരുടെ ബന്ധുക്കൾക്ക് നിലവിൽ വിവരമൊന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അവർക്ക് വിവരം കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയും ഇസ്രായേലിന് നിലവിലുണ്ട്. എന്നാൽ ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രതികാരം കൂടിയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന തരത്തിലും ഈ റിപ്പോർട്ടിനെ ചില മീഡിയകൾ വായിച്ചെടുക്കുകയാണ്. ഉദ്ദേശം നോക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര സൈന്യം വളരെ പെട്ടെന്ന് ഇറങ്ങുക, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക, അവർ രാജ്യം വിട്ടു പോകുന്ന രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കും, അല്ലെങ്കിൽ അങ്ങനെ ആവും എന്നുള്ള തരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചിന്തിച്ചിരുന്നത്. എന്നാൽ റൂട്ട് മാറിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പ്രതീക്ഷ തരത്തിലോ പ്രതീക്ഷ രീതിയിലോ ഒന്നുമല്ല. അവിടെ ചില ഭാഗങ്ങളിൽ ഏകദേശം 45% ഗസയുടെ പ്രദേശങ്ങളിൽ സമ്പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഹമാസിൻ്റെ കൈവശത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ ഭരണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, റഫേൽ നിന്ന് ഗസയിലേക്ക് സഹായഹസ്തവുമായിട്ട് വരുന്ന വാഹനത്തെ നിയന്ത്രിക്കുന്നതും ആവശ്യക്കാർക്ക് ഈ വസ്തുക്കളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുന്നതെല്ലാം ഈ വിഭാഗമാണ്. തോക്കുകൾ ഏന്തിയിരിക്കുന്ന സൈനികരെ ഗസയുടെ പല ഭാഗങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നു. ചിലവർ അവർ മുഖംമൂടി ധരിച്ചവരും അല്ലാത്തവരുമുണ്ട്, ചിലവർ യൂണിഫോം അണിഞ്ഞിട്ടുണ്ട്. യൂണിഫോം അണിയാത്ത ആളുടെ കയ്യിലും തോക്കുകൾ കാണുന്നു, അല്ലെങ്കിൽ ആയുധങ്ങൾ കാണുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ഈ നിയന്ത്രണം ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിതല്ല.
ഇതിലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസമുണ്ട്. ലോകത്തിൻ്റെ മുൻപിൽ അപഹാസ്യരാകുന്ന ഒരു പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഏത് രീതിയിലാണ് അവസാനിക്കുക എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.